വിശദമായ വാർത്തകളിലേക്ക്. കോട്ടയം സീറ്റിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക യോഗങ്ങൾ ഇന്ന് രാവിലെ പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരും. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ PJ ജോസഫിനെതിരെ നിലപാട് കടുപ്പിച്ച് മാണി വിഭാഗം. മത്സരിക്കാൻ സീറ്റ് വേണമെന്നുറച്ച് ജോസഫ് വിഭാഗം. 2 കൊഴിയുമോ എന്ന് ഇന്നറിയാം. വിശദാംശങ്ങൾ പ്രശാന്ത് നൽകും. പ്രശാന്ത്, കേരള കോൺഗ്രസിനുള്ളിലെ ഭിന്നത അല്ലെങ്കിൽ സീറ്റിന് വേണ്ടിയുള്ള പിടിവലി ഇന്നത്തെ യോഗങ്ങൾ കൊണ്ട്, പാർലമെന്ററി പാർട്ടി യോഗങ്ങൾ കൊണ്ട് തീരുമാനമാകുമോ? എപ്പോഴാവും യോഗം ആരംഭിക്കുക? വിശദാംശങ്ങൾ. നിലവിൽ UDF-ൽ നിന്ന് മറ്റ് സീറ്റുകളൊന്നും ലഭിക്കില്ല എന്ന് കേരള കോൺഗ്രസിന് വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ പക്കലുള്ള കോട്ടയം സീറ്റിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗമാണ് പ്രധാനമായും ഇന്ന് ചേരുന്നത്. രാവിലെ 11 മണിക്ക് പാർലമെന്ററി കമ്മിറ്റിയും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി സ്റ്റിയറിംഗ് കമ്മിറ്റിയുമായിരിക്കും ചേരുക. ഈ നിലവിൽ കേരള കോൺഗ്രസിന് ഉള്ള സീറ്റിൽ PJ ജോസഫ് സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരും എന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസിൽ വലിയ ഒരു അനിശ്ചിതത്വം രൂപം കൊണ്ടിട്ടുള്ളത്. ഇടുക്കി സീറ്റ് ലഭിച്ചാൽ അവിടെ മത്സരിക്കാൻ PJ ജോസഫ് ഒരുങ്ങുമെന്നുള്ള വാർത്തകളും ഇതോടൊപ്പം ബലമാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം തന്റെ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ഒരു പ്രതിസന്ധിയിലേക്ക് കേരള കോൺഗ്രസ് പോയപ്പോൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു അനിശ്ചിതത്വം നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥി തീരുമാനിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയുണ്ട്. അതേസമയം ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണി അതിരമ്പുഴ അടക്കമുള്ള കോട്ടയം മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ പ്രചരണം തുടങ്ങിയതായിട്ടുള്ള വാർത്തകളും പുറത്തു വന്നു. ഇത് വലിയൊരു തരത്തിൽ കേരള കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇന്ന് നടക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും അതുപോലെ പാർലമെന്ററി കമ്മിറ്റിയിലും എല്ലാം തന്നെ PJ ജോസഫ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുമെങ്കിലും PJ ജോസഫിനെ സംബന്ധിച്ച് ഈ ഒരു പാർട്ടിയിൽ അദ്ദേഹം ന്യൂനപക്ഷമായി അല്ലെങ്കിൽ ഒരു വലിയ ഭൂരിപക്ഷമില്ലാത്തൊരു സാഹചര്യമാണ് PJ ജോസഫിനുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കടുത്ത നിലപാടുകളിലേക്ക് മാണി വിഭാഗം നീങ്ങിയാലും PJ ജോസഫിന് അത് ഉൾക്കൊള്ളേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. മറിച്ച് എന്ത് തന്നെ ഉണ്ടായാലും പാർട്ടി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥി തന്നെയായിരിക്കും കോട്ടയം മണ്ഡലത്തിൽ മത്സരിക്കുക എന്ന് തന്നെയാണ് ജോസ് കെ മാണിയും വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിലപാട് കടുപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് PJ ജോസഫ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു ഇത്തരത്തിലേക്ക് വലിയൊരു തർക്കങ്ങളിലേക്ക് നീണ്ടുപോയി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കമ്മിറ്റി അടക്കമുള്ള കമ്മിറ്റിയിൽ ഒരുപക്ഷെ മുതിർന്ന നേതാക്കളെ വെച്ചുകൊണ്ടുള്ള ഒരു ഉപസമിതി രൂപീകരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അത്തരത്തിൽ ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നതിലായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. അതേസമയം കോൺഗ്രസിനകത്തെ ഒരു പ്രബലമായിട്ടുള്ള വിഭാഗമാണ് PJ ജോസഫിനെ ഇത്തരത്തിൽ സീറ്റ് വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതിന്റെ പിന്നിൽ, PJ ജോസഫിനെ പ്രേരിപ്പിക്കുന്നതിന്റെ പിന്നിൽ ഉള്ളത് എന്നുള്ള സൂചനകളുമുണ്ട്. കാരണം കോട്ടയം സീറ്റ് ലഭിച്ചാൽ ഒരുപക്ഷെ അവിടെ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർത്തിക്കൊണ്ട് ഇടുക്കി PJ ജോസഫിനെ കൈമാറാം എന്നുള്ള ചില വാഗ്ദാനങ്ങളും ജോസഫിന് നൽകിയതായിട്ടുമുള്ള മാണി വിഭാഗം ആരോപിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗം, കാരണം നേരത്തെയും ബാർക്കോഴ വിഷയം ഉണ്ടായപ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ കേരള കോൺഗ്രസിനകത്ത് വലിയ തരത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ച വിഭാഗം തന്നെയാണ് ഇത് പിന്നിലെന്നും മാണി വിഭാഗത്തിന്റെ ആളുകൾ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വലിയ ചർച്ചകൾക്കും വാഗ്വാദങ്ങൾക്കും ഇടയാക്കിയേക്കുമെന്നാണ് കരുതുന്നത്. പ്രശാന്ത്, അതുതന്നെയാണ് ഇന്നലെയും ജോസ് കെ മാണി മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോട്ടയം സീറ്റ് വെച്ചുമാറുന്ന കാര്യം, അത്തരം ഒരു കാര്യം തീരുമാനത്തിൽ പരിഗണനയിൽ ഇല്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു പ്രതികരിച്ചത്. എന്നാലും പാർട്ടി തീരുമാനിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുമ്പോഴും ഇത്തരത്തിൽ ഒരു കോൺഗ്രസിന്റെ തന്നെ ഒരു നേതൃനിര PJ ജോസഫിനെ എത്രത്തോളം ശക്തമായി പിന്താങ്ങുന്ന സാഹചര്യത്തിൽ മാണി വിഭാഗവും ജോസഫ് വിഭാഗവും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധാരണയ്ക്ക് സാധ്യതയില്ല എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? അങ്ങനെ ഒരു ഭിന്നത വീണ്ടും ഉരുത്തിരിഞ്ഞാൽ കോൺഗ്രസിന്റെ നേതൃനിരയിൽ നിന്നുള്ള ഒരു ഇടപെടൽ കൊണ്ട് മാത്രമല്ലേ നിലവിലെ സാഹചര്യം പരിഹരിക്കപ്പെടുകയുള്ളൂ? ഇതിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ഒരു ബാർക്കോഴ വിവാദം ഉണ്ടാവുകയും പിന്നീടുണ്ടായ പ്രശ്നങ്ങളുമാണ് ചരൽക്കുന്ന് ക്യാമ്പ് അടക്കം കൂടുകയും അവിടെ നിന്ന് പ്രത്യേക ബ്ലോക്കായ നിയമസഭയിൽ ഇരിക്കാനടക്കം തീരുമാനിച്ചിരുന്നത്. ഈ ഒരു ചർച്ച ഉരുത്തിരിഞ്ഞപ്പോൾ തന്നെ അല്ലെങ്കിൽ പ്രത്യേക ബ്ലോക്കായി കേരള കോൺഗ്രസ് മാറിയിരിക്കാൻ തീരുമാനിച്ചതോടെ PJ ജോസഫിനെ സമീപിച്ചത് കോൺഗ്രസിലെ ഉന്നത നേതൃത്വങ്ങളാണ്. അവരെ UDF-ലേക്ക് മടക്കിക്കൊണ്ടുവരാണ് മുഴുവൻ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് PJ ജോസഫാണ്. PJ ജോസഫിനെ സംബന്ധിച്ച് ഈ ഒരു തരത്തിൽ ആ ഒരു കോൺഗ്രസിലെ ഒരു വിഭാഗം, പ്രബല വിഭാഗത്തോട് അദ്ദേഹം കടപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല PJ ജോസഫിനെ നിലനിർത്തിക്കൊണ്ട് മാണിയെ എല്ലാ തരത്തിലും നിശബ്ദനാക്കാനുള്ള നീക്കമാണ് കോൺഗ്രസിന്റെ ചില നേതാക്കൾ നടത്തുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ വന്നിരുന്നു. കാരണം ബാർക്കോഴ അടക്കമുള്ള വിഷയങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ മാണി KM മാണി എന്നത് മാണി സാറല്ല, മാണി മാത്രമാണ് എന്ന തരത്തിൽ KM മാണിയെയും കേരള കോൺഗ്രസിനെയും പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ കാര്യങ്ങൾ എത്തിച്ചിരുന്നു. അത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നു. ഇത് ജോസ് കെ മാണി അടക്കമുള്ള നേതാക്കൾ കോട്ടയത്ത് നടന്ന അവരുടെ സംസ്ഥാന സമ്മേളനത്തിനടക്കം പറഞ്ഞിരുന്നു. ഒപ്പം നടന്നവരാണ് ഇത്തരത്തിലുള്ള കലാപങ്ങൾക്ക് വഴിയൊരുക്കിയത് എന്നതടക്കമായി വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ കേരള കോൺഗ്രസും തമ്മിൽ ഇത്തരത്തിലുള്ള ചില
പൂർവ്വകാല വൈരാഗ്യങ്ങൾ അവരുടെ മനസ്സിൽ തുടരുന്നിടത്തോളം കാലം KM മാണിയെ നിശബ്ദനാക്കിക്കൊണ്ട് PJ ജോസഫിനെ ഉയർത്തിക്കൊണ്ട് തങ്ങളുടെ പക്ഷം ചേർത്ത് നിർത്തുക എന്നുള്ള ലക്ഷ്യവും ഇതിനുണ്ട്. അത് ഒരു ധാരണയിലേക്ക് എത്തിയാൽ പോലും ഒരു ധാരണയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വം PJ ജോസഫിനോട് നടത്തുന്നതെങ്കിൽ തന്നെയും എന്തു വന്നാലും കോട്ടയത്തെ സീറ്റ് പാർട്ടി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് മാത്രമേ കൊടുക്കൂ എന്നുള്ള നിലപാടിലേക്ക് ജോസ് കെ മാണിയും ആവർത്തിച്ചിരിക്കുന്നു. ആ നിലപാട് ആവർത്തിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത്, ഇപ്പോൾ ജോസ് കെ മാണി കേരള കോൺഗ്രസ് എമ്മിന്റെ വൈസ് ചെയർമാനാണ്. എന്നാൽ ജോസ് കെ മാണിയെ ചെയർമാനാക്കുന്ന ഒരു സാഹചര്യം കൂടി, ഒരു അത്തരത്തിലുള്ള ഒരു വിലപേശൽ കൂടി ഇതിലേക്ക് ഉയർന്നു വന്നേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ധാരണയിലേക്ക് പോകുമോ എന്നുള്ള കാര്യവും തള്ളിക്കളയാനാകില്ല. കാരണം ഒരുപക്ഷെ പാർട്ടി തീരുമാനിച്ചുകൊണ്ട് ജോസഫിന് സീറ്റ് കൈമാറുകയോ മറിച്ച് ജോസ് കെ മാണിയെ പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനത്ത് എത്തിക്കുകയോ ചെയ്യുക എന്നുള്ള ഒരു പ്രത്യേക ലക്ഷ്യവും കൂടിയുണ്ട്. കാരണം ജോസ് കെ മാണിയെ പാർട്ടിയുടെ ചെയർമാനാക്കുക എന്ന ലക്ഷ്യം KM മാണിക്ക് നേരത്തെ ഉള്ളതാണ്. അപ്പോൾ ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിലപേശലിലേക്ക് കൂടി ഇത് പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ആ തരത്തിലേക്ക് ചർച്ചകൾ പോയി കഴിഞ്ഞാലായിരിക്കാം ഒരുപക്ഷെ മുതിർന്ന നേതാക്കളെ വെച്ചുകൊണ്ടുള്ള ഒരു ഉപസമിതി ഇത് സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ അത്തരത്തിൽ സമിതി രൂപപ്പെടുത്താനുള്ള സാധ്യതയാണ് അതുവഴി കാണുന്നത്. വ്യക്തമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിനായുള്ള കേരള കോൺഗ്രസിന്റെ നേതൃയോഗങ്ങൾ ഇന്ന് ചേരും. രാവിലെ 11 മണിയോടെയാണ് പാർലമെന്ററി കമ്മിറ്റി യോഗം ചേരുക. അതിനുശേഷം പാർലമെന്ററി കമ്മിറ്റി യോഗം പൂർണ്ണമായതിനു ശേഷമാകും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുക. ഇന്നലെയും മാധ്യമങ്ങളോട് ജോസ് കെ മാണി പ്രതികരിച്ച സാഹചര്യമുണ്ടായിരുന്നു. ജോസ് കെ മാണി പറഞ്ഞത് കോട്ടയം സീറ്റ് വെച്ച് മാറുന്ന സാഹചര്യമില്ല, എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനം പാർട്ടി സ്വീകരിക്കുന്ന നിലപാടായിരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. വിശദാംശങ്ങൾ നൽകിയത് TP പ്രശാന്താണ്. സ്ഥാനാർത്ഥി നിർണയത്തിനായി സാധ്യതാ പട്ടികയുമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ദില്ലിയിലേക്ക് തിരിക്കും. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ അംഗീകരിക്കുന്ന പേരുകൾ ഹൈക്കമാൻഡിന്റെ അനുമതിയോടെ ഈ മാസം 15-ന് പ്രഖ്യാപിക്കും. മുതിർന്ന നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി, VM സുധീരൻ എന്നിവർ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ മത്സരിക്കും. സംസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയുമായി മുതിർന്ന നേതാക്കൾ ഇന്ന് ദില്ലിക്ക് പോകും. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ സാധ്യതാ പട്ടിക ചർച്ച ചെയ്യും. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവർ ചേർന്നു നടത്തിയ ചർച്ചയിൽ രൂപം കൊണ്ട സാധ്യതാ പട്ടികയിൽ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, മാവേലിക്കര, കോഴിക്കോട്, കണ്ണൂർ മണ്ഡലങ്ങളിൽ നിന്നും ഓരോ പേരുകൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഹൈക്കമാൻഡ് ആവശ്യപ്പെടുകയാണെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി, VM സുധീരൻ എന്നിവരും മത്സരരംഗത്തുണ്ടാകും. ഇവർക്ക് 3 പേർക്ക് മുകളിലും ശക്തമായ സമ്മർദ്ദമാണ് ഉള്ളത്. മുല്ലപ്പള്ളി വടകരയിലും ഉമ്മൻചാണ്ടി ഇടുക്കിയിലും VM സുധീരൻ തൃശൂരിലുമാകും മത്സരിക്കുക. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ KC വേണുഗോപാൽ മത്സരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സാധ്യതാ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാന്റെ പേരിനാണ് പ്രഥമ പരിഗണന. എറണാകുളത്ത് KV തോമസിനൊപ്പം IB ഹീഡന്റെ പേരും പട്ടികയിലുണ്ട്. കാസർഗോഡ് അബ്ദുള്ളക്കുട്ടിയും സുബയ്യ റായി എന്നിവരും, ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാനും TN പ്രതാപനും, വയനാട്ടിൽ T സിദ്ദിഖും സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്കൊപ്പം PJ കുര്യന്റെ പേരും, ആലത്തൂരിൽ KA തുളസി, രമ്യ ഹരിദാസ് എന്നിവരും സാധ്യതാ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ KC വേണുഗോപാലും പങ്കെടുക്കുന്നുണ്ട്. കമ്മിറ്റി അംഗീകരിക്കുന്ന പേരുകൾ ഹൈക്കമാൻഡിന്റെ അനുമതിയോടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകരിക്കും. ഈ മാസം 15-നാകും സംസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാകുക. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDFന്റെ മണ്ഡലം കൺവെൻഷനുകൾക്ക് ഇന്ന് തുടക്കം. പാലക്കാട് മണ്ഡലത്തിലാണ് ആദ്യ കൺവെൻഷൻ. രാവിലെ 10-ന് LDF കൺവീനർ A വിജയരാഘവൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങൾ സിജു കണ്ണൻ നൽകും. സിജു, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നലെ നടന്നപ്പോൾ തന്നെ LDFന്റെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചതാണ്. പ്രാഥമിക ഘട്ടമായി എന്തെല്ലാം പ്രചരണ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്? വിശദാംശങ്ങൾ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതിനു പിന്നാലെ വളരെയധികം ആവേശത്തിലാണ് LDF പ്രവർത്തകർ എല്ലാ മേഖലകളിലും. പ്രചാരണ പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ ആരംഭിച്ചിരുന്നു. ചുവരെഴുത്തുകളും പ്രചാരണ ബോർഡുകളും എല്ലാം തന്നെ എല്ലാ സ്ഥലത്തും നിറഞ്ഞു കഴിഞ്ഞു. അതിന്റെ അടുത്ത പടി എന്ന നിലയിൽ അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകൾ LDF വിളിച്ചു ചേർക്കുകയാണ്. ഇന്ന് പാലക്കാട് പാർലമെന്റ് മണ്ഡലം കൺവെൻഷനോട് കൂടിയാണ് LDFന്റെ കൺവെൻഷനുകൾക്ക് തുടക്കമാകുന്നത്. പാലക്കാട് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ രാവിലെ 10 മണിക്ക് പാലക്കാട് ടൗൺ ഹാളിൽ ചേരും.
LDF കൺവീനർ A വിജയരാഘവനാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KE ഇസ്മയിൽ, NCP നേതാവും മന്ത്രിയുമായ AK ശശീന്ദ്രൻ, B മുരുകദാസ്, ജനതാദൾ മാത്യു കോഴഞ്ചേരി, അഡ്വക്കേറ്റ് നൈസ് മാത്യു, NK അബ്ദുൽ അസീസ്, ഇങ്ങനെ LDF-ലെ പ്രമുഖ നേതാക്കൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ MP രാജേഷ് MP-യുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട്. ഈ കൺവെൻഷന് മുമ്പായി പ്രമുഖ വ്യക്തികളെ കണ്ട് MP രാജേഷ് MP വോട്ട് അഭ്യർത്ഥന നടത്തുന്നുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം മണ്ഡലത്തിൽ പാലക്കാട് നഗരത്തിൽ വോട്ടർമാർക്കിടയിലേക്ക് പ്രചാരണ പ്രവർത്തനവുമായി ഇറങ്ങും. ഈ കൺവെൻഷനോടുകൂടി MP രാജേഷ് MP-യുടെ ഔദ്യോഗികമായ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമാവുകയാണ്. ആലത്തൂർ മണ്ഡലം കൺവെൻഷൻ മാർച്ച് 12-ന് വൈകുന്നേരം 4 മണിക്ക് വടക്കഞ്ചേരിയിൽ നടക്കും. അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആലത്തൂർ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ക്രിസ്റ്റി, എറണാകുളം മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് നഗരത്തെ ഇളക്കിമറിച്ച റോഡ് ഷോയോടെ തുടക്കം. P രാജീവിന് അനുഗ്രഹങ്ങൾ നേർന്ന് MK സാനു, ഡോക്ടർ M ലീലാവതി തുടങ്ങിയ സാംസ്കാരിക നായകർ രംഗത്തെത്തി. രാജീവിന്റെ സ്ഥാനാർത്ഥിത്വം എറണാകുളത്തിന് ലഭിച്ച ഭാഗ്യമെന്നായിരുന്നു സാനുമാഷിന്റെ പ്രതികരണം. സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ കൊച്ചിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന തിരക്കിലായിരുന്നു P രാജീവ്. പ്രഖ്യാപനം വന്നതോടെ പരിപാടികൾ വേഗത്തിൽ പൂർത്തിയാക്കി നേരെ പോയത് ചിന്തകനും എഴുത്തുകാരനുമായ സാനുമാഷിന്റെ വീട്ടിലേക്ക്. പിതൃതുല്യമായ വാത്സല്യത്തോടെ സാനുമാഷിന്റെ അനുഗ്രഹം. രാജീവിനെ സ്ഥാനാർത്ഥിയായി ലഭിച്ചത് നമ്മുടെ ഭാഗ്യമെന്ന് സാനുമാഷ് മാധ്യമപ്രവർത്തകരോട്. അദ്ദേഹത്തെ ജയിപ്പിക്കുന്നത് എറണാകുളം കോൺസ്റ്റിറ്റ്യുവൻസിയുടെ അഭിമാനമായിരിക്കും. നമുക്ക് അഭിമാനമായി നാളെ പറയാം, ഞങ്ങൾ 2019 തിരഞ്ഞെടുപ്പിൽ ദീർഘവീക്ഷണത്തോടുകൂടി ഞങ്ങളുടെ അഭിമാനഭാജനമായ ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് ഇതാ പാർലമെന്റിൽ അയച്ചിരിക്കുന്നു എന്ന് നാം പറയുന്നു. അനന്തര തലമുറകൾ അക്കാര്യം പറഞ്ഞ് നമ്മളെ ശ്ലാഘിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യും എന്നാണ് ഉറപ്പാണ്. തുടർന്ന് ലീലാവതി ടീച്ചറുടെ വീട്ടിലേക്ക്. ജയിച്ചു വരാൻ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ച് ടീച്ചറും. വൈകിട്ട് LDF സംഘടിപ്പിച്ച റോഡ് ഷോയിലേക്ക്. പ്രിയപ്പെട്ട നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയായി ലഭിച്ചതിന്റെ സന്തോഷം പ്രവർത്തകരും മറച്ചുവെച്ചില്ല. നഗരത്തെ ഇളക്കിമറിച്ച് ആവേശമലതല്ലുന്ന റോഡ് ഷോയോടെ പരസ്യ പ്രചരണത്തിന് രാജീവ് തുടക്കം കുറിച്ചു. സാലിം മുഹമ്മദ്, കൊച്ചി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ മണ്ഡലത്തിൽ പ്രചാരണ ചൂടേറ്റി LDF സ്ഥാനാർത്ഥി AM ആരിഫ്. പരിചയപ്പെടുത്തലും മുഖവുരകളും ആവശ്യമില്ലാത്ത വിധം ആലപ്പുഴക്കാരുടെ പ്രിയങ്കരനായ ആരിഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ പ്രചരണത്തിൽ സജീവമായി. ജനിച്ചു വളർന്ന നാട്ടിൽ കണ്ടുമുട്ടുന്ന ഓരോരുത്തരെയും രാഷ്ട്രീയ ഭേദമന്യേ പേരെടുത്തു വിളിച്ചും പരിചയം പുതുക്കിയുമാണ് ആരിഫിന്റെ വോട്ടഭ്യർത്ഥന. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിൽ മിനിറ്റുകൾക്കകം വിജയാശംസയുമായി LDF പ്രവർത്തകർ തടിച്ചുകൂടി. അവിടെ നിന്ന് CPM മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നേതാക്കളെ സന്ദർശിച്ച ശേഷം KSFE എംപ്ലോയീസ് അസോസിയേഷൻ ആൻഡ് ഓഫീസേഴ്സിന്റെ കുടുംബ സംഗമത്തിൽ അല്പസമയം ചെലവഴിച്ചു. തുടർന്ന് കരുനാഗപ്പള്ളി പട്ടണത്തെ ഇളക്കിമറിച്ച് സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ. പട്ടണത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ കടകളിൽ കയറി വോട്ടു തേടാനും മറന്നില്ല. ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിലെത്തിയ സ്ഥാനാർത്ഥി ആദ്യമെത്തിയത് ഇടതുപക്ഷ മഹിളാ സംഘടനകൾ സംഘടിപ്പിച്ച ആലപ്പുഴ അസംബ്ലി മണ്ഡലം വനിതാ പാർലമെന്റിലേക്ക്. ES ബിജിമോൾ MLA ഉദ്ഘാടനം ചെയ്ത പരിപാടിയിലേക്ക് ആരിഫ് എത്തിയതോടെ തിങ്ങി നിറഞ്ഞ സദസ്സിൽ ആവേശ തിരയിളക്കം. ചടങ്ങിൽ സംസാരിച്ച ശേഷം കൈചൂണ്ടി മുക്കിൽ കാത്തുനിന്ന പ്രവർത്തകർക്കിടയിലേക്ക്. LDF ജില്ലാ കൺവീനർ R നാസർ, CPM പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി സിബി ചന്ദ്രബാബു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PP ചിത്തരഞ്ജൻ എന്നിവരുടെയും മറ്റ് LDF നേതാക്കളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ പട്ടണ ഹൃദയം കീഴടക്കിയ റോഡ് ഷോ. കോടതിപ്പാലവും മുല്ലക്കൽ തെരുവും ജനറൽ ആശുപത്രി ജംഗ്ഷനും തിരുവമ്പാടിയും പഴയ വീടും പിന്നിട്ട് കൈത വനയിലേക്ക്. ഓരോ പോയിന്റ് പിന്നിടുമ്പോഴും സ്ഥാനാർത്ഥിക്കൊപ്പമുള്ള വാഹനവ്യൂഹം വലുതായി വന്നു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ പ്രചരണ രംഗത്ത് സജീവമായിരിക്കുകയാണ് ഇടുക്കി MP അഡ്വക്കേറ്റ് ജോർജ്. വികസന തുടർച്ച ലക്ഷ്യമിട്ടാണ് ഇടത് സ്ഥാനാർത്ഥിയായ അദ്ദേഹം 2ാം അംഗത്തിന് ജനവിധി തേടുന്നത്. കട്ടപ്പനയിലെ പ്രധാനപ്പെട്ട സമുദായ നേതാക്കളെയും സന്നദ്ധ പ്രവർത്തകരെയും നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചും
ചില സ്ഥാപനങ്ങൾ സന്ദർശിച്ച് പിന്തുണ തേടിയുമാണ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ശേഷം ആദ്യമായി പങ്കെടുത്തത് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിനോടും മുൻ മെത്രാൻ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലിനോടുമൊപ്പം ഇരട്ടയാറിൽ നടന്ന പരിപാടിയിലാണ്. ഇടുക്കി രൂപതയുടെ അധ്യാപക അനധ്യാപക സംഗമമായിരുന്നു വേദി. ചടങ്ങിൽ മന്ത്രി എം എം മണിയും പങ്കെടുത്തു. തുടർന്ന് സമീപ പഞ്ചായത്തുകളിലെ പ്രധാന വ്യക്തികളെ സന്ദർശിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലാകെയുള്ള ജനങ്ങളുമായി ഉണ്ടാക്കിയ വലിയ ആത്മബന്ധവും എന്നിലുണ്ടായിട്ടുള്ള വിശ്വാസവും ഒക്കെ ഈ പുതിയ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുമ്പോൾ എനിക്ക് വലിയ തോതിൽ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയും എല്ലാം വലിയ തോതിൽ ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വൈകിട്ട് കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ മാത്യു അറക്കനെയും സഹായ മെത്രാൻ മാർ ജോർജ് പുളിക്കനെയും സന്ദർശിച്ച് അനുഗ്രഹം തേടി. മണ്ഡലത്തിലെ UDF NDA സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായിട്ടില്ലെന്നിരിക്കെ പ്രചാരണ രംഗത്ത് മുന്നേറുകയാണ് ജോയ്സ് ജോർജും ഇടതുമുന്നണിയും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. LDF സ്ഥാനാർത്ഥികൾക്ക് വിജയാശംസകൾ നേർന്ന് അനശ്വര രക്തസാക്ഷി അഴീക്കോടൻ രാഘവന്റെ പത്നി മീനാക്ഷി ടീച്ചർ. PK ശ്രീമതി ടീച്ചറും P ജയരാജനും മീനാക്ഷി ടീച്ചറുടെ വീട്ടിലെത്തി അനുഗ്രഹം വാങ്ങിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. കണ്ണൂർ പള്ളിക്കുന്നിലെ അഴീക്കോടൻ ഹൌസിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ധീരനായ പോരാളി അഴീക്കോടൻ രാഘവന്റെ ഓർമ്മചിത്രത്തിന് താഴെയിരുന്നാണ് മീനാക്ഷി ടീച്ചർ ഇടത് സ്ഥാനാർത്ഥികൾക്ക് വിജയാശംസകൾ നേർന്നത്. പ്രായാധിക്യമുണ്ടെങ്കിലും ജ്വലിക്കുന്ന ഓർമ്മകളുടെ ഒളിമങ്ങിയിട്ടില്ല. രാഷ്ട്രീയ കാര്യങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കാറുള്ള മീനാക്ഷി ടീച്ചർക്ക് ഇത്തവണ ഇടതുപക്ഷം വൻ വിജയം നേടുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ കണ്ണൂരിലെ സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറും വടകര സ്ഥാനാർത്ഥി P ജയരാജനും മീനാക്ഷി ടീച്ചറെ കാണാനെത്തി. ടീച്ചറെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കട്ടുവനെ നമ്മുടെ നാട്ടിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള കഴിവും ആയുസ്സും ആരോഗ്യവും അവർക്ക് നൽകട്ടും. അതുകൊണ്ട് അങ്ങനെ ജയരാജേട്ടൻ വിജയിക്കും തന്നെ, തീർച്ചയായും വിജയിക്കും. കൂത്തുപറമ്പ് രക്തസാക്ഷി റോഷന്റെ പിതാവ് KV വാസുവിനെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ചടയൻ ഗോവിന്ദന്റെ കുടുംബാംഗങ്ങളെയും P ജയരാജൻ സന്ദർശിച്ചു. PK ശ്രീമതി ടീച്ചർക്ക് വോട്ടഭ്യർത്ഥിച്ച് കണ്ണൂർ നഗരത്തിലും P ജയരാജന്റെ പ്രചരണാർത്ഥം തലശ്ശേരിയിലും LDF പ്രവർത്തകർ പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കേരളത്തിൽ ആഞ്ഞടിച്ച ഓഖി കൊടുങ്കാറ്റിൽ മുങ്ങിയ കപ്പലിന്റെ അവശിഷ്ടം കണ്ടെത്തി. തിരുവനന്തപുരം പൂന്തുറയ്ക്ക് സമീപം ഉൾക്കടലിലാണ് 2017 മുങ്ങിയ ഇറാന്റെ ചരക്ക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ആഴക്കടലിന്റെ ഭീകരതയും മുങ്ങൽ വിദഗ്ധരുടെ ധീരതയും കാട്ടിത്തരുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ TVക്ക് ലഭിച്ചു. കടലിന്റെ ഉൾക്കാഴ്ചകൾക്കപ്പുറം ആഴക്കടലിന്റെ ഭീകരത കൂടിയാണ് ഫ്രണ്ട്സ് ഓഫ് മെറൈൻ ലൈഫിന്റെ സ്കൂബ ഡൈവർമാർ മലയാളികൾക്ക് കാട്ടിത്തരുന്നത്. കേരള തീരത്ത് ആഞ്ഞിടിച്ച ഓഖി കൊടുങ്കാറ്റിൽപ്പെട്ട് കേരള തീരത്ത് മുങ്ങിത്താണ ഇറാൻ ചരക്ക് കപ്പലിന്റെ അവശിഷ്ടമാണ് കടലിന്റെ ആഴങ്ങളിൽ നിന്നും കണ്ടെടുത്തത്. പൂന്തറയിൽ നിന്നും 2.5 കിലോമീറ്റർ അകലെയായി 30 മീറ്റർ താഴ്ചയിലാണ് കപ്പലിന്റെ അവശിഷ്ടം കണ്ടെത്തിയത്. മേഖലയിൽ മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികൾ നൽകിയ സൂചനയിൽ നിന്നാണ് കപ്പലിനെ കണ്ടെത്താനായത്. വലകളും ചെളിയും കടൽ ചെടികളും നിറഞ്ഞ നിലയിലായിരുന്ന കപ്പലിൽ കടൽ ജീവികളും നിറഞ്ഞിരുന്നു. ഇത് 3ാം തവണയാണ് തിരുവനന്തപുരം കടൽ തീരത്ത് മുങ്ങിയ കപ്പൽ കണ്ടെത്തുന്നത്. അഞ്ചുതെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുങ്ങിയ ഡച്ച് കപ്പൽ, 1968 ശംഖുമുഖത്ത് മുങ്ങിയ ഗ്രീക്ക് കപ്പൽ എന്നിവയാണ് നേരത്തെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ പട്ടികയിലേക്കാണ് കേരള തീരത്തെ ഭീതിയിലാഴ്ത്തിയ ഓഖി ദുരന്തത്തിന്റെ ബാക്കി പത്രമായുള്ള ഇറാൻ കപ്പലിന്റെ ശേഷിപ്പുകൾ കൂടി ചേരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രളയത്തിലകപ്പെട്ട ജനങ്ങളുടെ ജീവൻ രക്ഷിച്ച മത്സ്യത്തൊഴിലാളികളോടുള്ള സ്നേഹം മറച്ചുവെക്കാതെ ആലപ്പുഴ ജില്ലാ കളക്ടർ S. സുഹാസ് തന്റെ 31ാം ജന്മദിനം തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണ് അദ്ദേഹം ആഘോഷിച്ചത്. മാത്രമല്ല, പിറന്നാൾ ദിനത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പുതിയ ഒരു വള്ളവും വലയും സമ്മാനിക്കുകയും ചെയ്തു കളക്ടർ. കേരളം കണ്ട മഹാപ്രളയത്തിൽ ഒപ്പം നിന്ന് സഹായിച്ച മത്സ്യത്തൊഴിലാളികളോടുള്ള ആദരവിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ കളക്ടർ S. സുഹാസ് തന്റെ ജന്മദിനം മത്സ്യത്തൊഴിലാളി കുടുംബത്തിനൊപ്പം ആഘോഷിച്ചത്. ഇതിന്റെ ഭാഗമായി രാവിലെ ക്ഷേത്രദർശനം കഴിഞ്ഞ് ചേർത്തല പള്ളിപ്പുറത്തുള്ള അറക്കൽ വീട്ടിൽ ഔസേപ്പിന്റെ വസതിയിലെത്തി.
രാവിലെ മുതൽ തന്നെ ഏറെ സന്തോഷത്തോടെ കാത്തിരുന്ന ഈ മത്സ്യത്തൊഴിലാളി കുടുംബം കേക്കും മെഴുകുതിരിയുമായി കളക്ടറുടെ ജന്മദിനം ആഘോഷിച്ചു. എല്ലാ റെസ്ക്യൂ അറ്റംപ്സും നടന്നത് വെള്ളത്തിലാണ്, ബോട്ടിലാണ്. സോ ആ സമയത്തിൽ നമുക്ക് ആംഡ് ഫോഴ്സസ് ಮತ್ತೆ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സ് അവരുടെ കൂടെ മാക്സിമം സഹായം കൊടുത്തത് മത്സ്യത്തൊഴിലാളികൾ. സോ ഇവരുടെ കൂടെ സമയം കഴിയുന്നത് നമ്മുടെ കടമയാണ്. അതുവേണ്ടിയിട്ട് എൻ്റെ ബർത്ത്ഡേ പ്രാവശ്യം ഒരു മത്സ്യത്തൊഴിലാളിയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്തത്. ഇടവക വികാരിയും ഇതിനോടൊപ്പം ചേർന്നു. പ്രളയത്തിനിടയിൽ വള്ളവും വലയും നഷ്ടപ്പെട്ട ഈ സാധു കുടുംബത്തിന് തന്റെ സുഹൃത്തുക്കൾ വാങ്ങി നൽകിയ പുതിയ വള്ളവും വലയും നൽകിയ ശേഷമാണ് കളക്ടർ മടങ്ങിയത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പ്രിസം പദ്ധതിയുടെ ഭാഗമായി പുതുക്കിയ കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. എ പ്രദീപ് കുമാർ MLA ആവിഷ്കരിച്ച ഈ പദ്ധതിയിൽ 10 സ്കൂളുകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോഴിക്കോട് നോർത്ത് അസംബ്ലി മണ്ഡലത്തിലെ സ്കൂളുകളിൽ എ പ്രദീപ് കുമാർ MLA ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന വിദ്യാഭ്യാസ വികസന പദ്ധതിയാണ് പ്രിസം. ബഹുമുഖ ഇടപെടലിലൂടെ വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക എന്നതാണ് പ്രിസത്തിന്റെ കാഴ്ചപ്പാട്. പ്രിസം പദ്ധതിയുടെ 10ാം വാർഷികത്തിൽ മണ്ഡലത്തിലെ 10 സ്കൂളുകളിൽ പദ്ധതി വ്യാപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. നടക്കാവ് ഗേൾസ് സ്കൂളിന് ശേഷം രണ്ടാമതായി അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തിയാക്കുന്നത് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 12 കോടിയിൽ പരം രൂപ ചെലവിൽ സ്കൂളിനെ പൂർണ്ണമായും പുതുക്കിപ്പണിയുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് 3 ഘട്ടങ്ങളിലായി കാരപ്പറമ്പിൽ നടന്നത്. പൂർണ്ണമായും പുതുക്കിപ്പണിത വിദ്യാലയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയും ആയ എ പ്രദീപ് കുമാറിന്റെ നേതൃപാഠവുമാണ് നാടിന്റെ കാര്യങ്ങളിലുള്ള അങ്ങേയറ്റത്തെ താല്പര്യവും ജാഗ്രതയും തുടർച്ചയായുള്ള ശ്രമവും എല്ലാം കൂടി ചേർന്നുള്ളതാണ്. അതേസമയം എല്ലാ മേഖലകളെയും ഒന്നിപ്പിച്ച് അണിനിരത്താനുള്ള അദ്ദേഹത്തിൻ്റെ പാഠവും എല്ലാം കൂടി ചേർന്നപ്പോഴാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ കമനീയ കെട്ടിട സമുച്ചയം യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്കായുള്ള പ്രത്യേകം ബ്ലോക്കുകളുടെ നിർമ്മാണം, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമുള്ള ശൗചാലയങ്ങൾ, മികച്ച സയൻസ് ലബോറട്ടറികൾ, കമ്പ്യൂട്ടർ ലാബ്, 2 നിലയിലുള്ള ലൈബ്രറി കെട്ടിടം, ആംഫി തിയേറ്റർ, ഓപ്പൺ സ്റ്റേജ്, സന്ദർശകർക്കുള്ള ലോഞ്ച്, ചുറ്റുമതിൽ തുടങ്ങി സൗകര്യവും സൗന്ദര്യവും ഒത്തിണങ്ങും വിധത്തിലാണ് സ്കൂളിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.